ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 4 activated sludge process ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ so far we have discussed different secondary treatment methods or biological treatment methods. Like we have discussed what is contact bed filter, intermittent sun filter, അല്ലെങ്കിൽ trickling filter എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു. എസ്പെഷ്യലി അറ്റാച്ച്ഡ് ഫിലിം പ്രോസസ് കാറ്റഗറിയിൽ വരുന്ന ഫിൽറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ജനറൽ സീവേജ് ഫിൽറ്റേഴ്സിനെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിൽ അനദർ പ്രോസസ് ആണ് സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ്. ഇപ്പോൾ സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ active media will be in suspension. അതായത് മൈക്രോ ഓർഗാനിസം ആൻഡ് ദ സീവേജ് വിൽ ബി ഇൻ സസ്പെൻഷൻ. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ അറ്റാച്ച്ഡ് ഫിലിം പ്രോസസ്സിലാണെങ്കിൽ ഫിൽറ്റർ മീഡിയയോട് ക്ലിങ് ചെയ്ത് നടക്കുന്ന രീതിയിലായിരുന്നു മൈക്രോ ഓർഗാനിസം ഉണ്ടായിരുന്നു. ഒരു ബയോ ഫിലിം ആ ഫിൽറ്റർ മീഡിയയോട് അറ്റാച്ച് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് പ്രോസസ്സ് കംപ്ലീറ്റ്ലി നടക്കുന്നത്. ഇവിടെ അത്തരത്തിലൊരു ഫിൽറ്റർ മീഡിയയോ അത്തരത്തിലൊരു ബയോ ഫിലിം അറ്റാച്ച്മെന്റോ ഇല്ല. പകരം എന്ത് ചെയ്യാണ്, ഓൾ ദീസ് മൈക്രോ ഓർഗാനിസംസ് വിൽ ബി ഹെൽഡ് ഇൻ സസ്പെൻഷൻ ഇൻ ദി ടാങ്ക്. ടാങ്കിൽ സസ്പെൻഷൻ ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ തവണയും ഇൻഫ്ലുവൻറ്റ് വാട്ടർ വരുമ്പോഴേക്കും റോ വാട്ടർ വരുമ്പോഴേക്കും ദിസ് വിൽ ബി മിക്സിങ് അലോങ് വിത്ത് ദിസ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസിന്റെ ഗ്രോത്ത് അവിടെ നടക്കും. അത്തരത്തിൽ അവിടെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സിന്തസിസ് സ്റ്റെബിലൈസിങ് ഓഫ് ദി ഓർഗാനിക് വേസ്റ്റ് ഒക്കെ നടന്നിട്ട് എഫ്ലുവൻറ്റ് വാട്ടർ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഇൻ സസ്പെൻഷൻ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം വരുന്നതുകൊണ്ടാണ് ഇതിന് സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൂടുതൽ ഡീറ്റെയിൽഡ് വൺ ഓഫ് ദി സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ദർ ആർ അതർ മെത്തേഡ്സ് ഓൾസോ. സസ്പെൻഡഡ് ഗ്രോത്ത് മെത്തേഡ്സിലുള്ള അതർ മെത്തേഡ്സ് ആണ് ലൈക്ക് എയറേറ്റഡ് ലഗൂൺസ്, സ്ലഡ്ജ് ഡൈജഷൻ സിസ്റ്റംസ്. ഓക്കെ, നമ്മുടെ ഇവിടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. സോ എന്താണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്? ദിസ് ഈസ് to treat wastewater, right? Basically for treating wastewater. ഇതൊരു secondary treatment ആണ്, or you can call it as biological treatment. Okay, and more precisely this is aerobic process. In the presence of air, full activated sludge process completely നടക്കുന്നത് aerobic conditionലാണ്. Okay, so to treat water or to remove or reduce or stabilize the materials in wastewater. Okay, so these are the main function of an activated sludge process: to treat wastewater and to remove or reduce or stabilize the materials in wastewater. അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് ഇതിൻ്റെ വർക്കിംഗ് എന്തൊക്കെയാണെന്ന്, ജനറൽ വർക്കിംഗ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്ലോ ഡയഗ്രാം. അതിൻ്റെ മെയിൻ ഇൻസൈഡ് പ്രോസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഇൻഡെക്സ് ഓഫ് മാസ് ഓഫ് മൈക്രോ ഓർഗാനിസം ഡിസ്കസ് ചെയ്യും. ദെൻ ബേസിക് ഓപ്പറേഷൻസ്, അതായത് ഓപ്പറേഷൻസ് നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നു, ഇൻ എ മിക്സ്ഡ് റെജീം ആൻഡ് ഫ്ലോ റെജീം എന്നുള്ള രീതിയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അതേസമയം ഈ ഫ്ലോ റെജീമിലുള്ള ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആണ് എയറേഷൻ യൂണിറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയറേഷൻ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയും. ആൻഡ് ഫൈനലി ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പം ഇത് മൊത്തത്തിൽ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോകും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് നോക്കുക. എന്തായാലും നിർബന്ധമായിട്ടോ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. കാരണം ദിസ് വിൽ സ്കോർ യു മാർക്സ്. അതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. മെയിൻലി ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോർഷനിൽ വർക്കിംഗ് പ്രോസസ് ആൻഡ് ഇൻഡെക്സ് ഓഫ് മാസ് ഓഫ് മൈക്രോ ഓർഗാനിസം പോർഷനിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫ്ലോ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് റോ വാട്ടർ. ഓക്കെ, ഇനീഷ്യലി ബിഫോർ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് വി വിൽ ഫസ്റ്റ് സ്ക്രീൻ ഇഫ് ഇറ്റ് ഈസ് നെസസറി. സ്ക്രീനിങ് നടക്കും. അതിനുശേഷം പ്രിലിമിനറി ട്രീറ്റ്മെന്റ് കൊടുക്കും, ലൈക്ക് ഫോർ എക്സാമ്പിൾ യൂസിങ് ഗ്രിഡ് ചേംബർ. Okay, then sometimes we may go for equalization basin. അത്തരത്തിൽ ചെയ്യാം. പ്രിലിമിനറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് കൊടുക്കും. അപ്പോൾ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് effluent water will go to the next secondary treatment and the sludge whatever settles down
in the tank will go for sludge treatment and further disposal. അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറേഷൻ ടാങ്കിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഏറേഷൻ ടാങ്കിലാണ് നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള എഫ്ലുവൻറ്റ് വാട്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി അല്ലെങ്കിൽ എഫ്ലുവൻറ്റ് വാട്ടർ എന്നല്ല, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇത് ട്രീറ്റ് ചെയ്ത്, അതായത് ഫോർ അബൌട്ട് 2 to 10 hours ഈ എയറേഷൻ ടാങ്കിൽ ഈ വാട്ടർ കിടക്കും, ഇൻഫ്ലുവൻറ്റ് വാട്ടർ കിടക്കും. അതിനുശേഷം ഇത് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഇത് സെക്കൻഡറി ക്ലാരിഫയറിലേക്ക് പാസ് ചെയ്യും. സെക്കൻഡറി ക്ലാരിഫയറിലാണ് സെറ്റിലിംഗ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ മിക്സിംഗ് മാത്രമേ നടക്കുകയുള്ളൂ. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ ഈ എയറേഷൻ ടാങ്കിലെ മിക്സിംഗ് മാത്രമേ നടക്കുകയുള്ളൂ. അതിന്റെ സെറ്റിലിംഗ് എവിടെയാണ് നടക്കുന്നത്, സെക്കൻഡറി ക്ലാരിഫയറിൽ. സെക്കൻഡറി ക്ലാരിഫയറിന് എഫ്ലുവൻറ്റ് വാട്ടർ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെന്റ് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡിലേക്ക് പോകും. അതിന്റെ ഡെപ്പോസിഷൻ വരുന്ന സ്ലഡ്ജ് എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റിന് പോകും. ഈ സ്ലഡ്ജ് ഒരുപാട് സയന്റിസ്റ്റുമാർ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് സ്റ്റഡി ചെയ്ത് ഇപ്പോൾ അവർ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് സ്ലഡ്ജ് ഹാസ് n number of microorganisms like bacteria, protozoa, ഫംഗൈ, റോട്ടിഫയേഴ്സ്. ഓക്കെ, നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്റർ നമ്മൾ കണ്ടിരുന്നല്ലോ. ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ഏറ്റവും ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, ഫിൽറ്റർ മീഡിയന്റെ മുകളിലോട്ട് ഈ ഒരു ബയോഫിലിം ഉണ്ടാവുമ്പോഴേക്കും ക്ലോക്കിംഗ് വിൽ ഹാപ്പൺ ഓവർ ദ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്ത് പ്രോപ്പർ ടൈമിൽ നമ്മൾ ബാക്ക് വാഷ് ഒക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് വിൽ ഓൾവേസ് അഫക്ട് ദ എൻറ്റയർ ട്രീറ്റ്മെന്റ് സിസ്റ്റം. അപ്പൊ ഇതൊരു ഹെക്ടിക് വർക്ക് പോലെ വർക്കേഴ്സിനും ഓൾ സിസ്റ്റത്തിനും തോന്നി തുടങ്ങുമ്പോഴാണ് ഇതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ സ്റ്റഡി നടത്തിയപ്പോഴാണ് ഈ സെറ്റിൽ ചെയ്യുന്ന സ്ലഡ്ജിൽ n number of micro organism will be there എന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസംസ് ഉള്ള സ്ലഡ്ജിന് നമ്മൾ ഒരു പോർഷൻ ഓഫ് ഇറ്റ്, എ പാർഷ്യൽ പോർഷൻ ഓഫ് ഇറ്റ് ലൈക്ക് 10%, 30% എന്നൊക്കെ പറയുന്നതാണ്. ഈ ഒരു പോർഷൻ നമ്മൾ സർക്കുലേറ്റ് ചെയ്ത് എയറേഷൻ കൊടുത്ത് പ്രോപ്പറായിട്ട് ഓക്സിജൻ കൊടുത്ത് എയറേഷൻ ടാങ്കിലേക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ദിസ് വിൽ ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് ദി എൻറ്റയർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അതായത് കൂടുതൽ ഓക്സിഡേഷൻ നടക്കുന്നു, കൂടുതലായിട്ട് ഫുഡ് കൺസ്യൂം ചെയ്യുന്നു, കൂടുതലായിട്ട് സ്റ്റെബിലൈസേഷൻ ഓഫ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽ, ഡിഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ നടക്കാൻ തുടങ്ങി. സോ ഈ തരത്തിൽ റീസൈക്കിൾ ചെയ്യുന്ന ഈ സ്ലഡ്ജിനെ റീസൈക്കിൾ ചെയ്യുന്നു, റീസൈക്ലിംഗ് വിത്ത് പ്രോപ്പർ മിക്സിംഗ് ഓഫ് ഓക്സിജൻ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഈ റീസൈക്കിൾ ചെയ്യുന്ന സ്ലഡ്ജിനെയാണ് നമ്മൾ റീസൈക്കിൾഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് RAS എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്തേ പ്രോസസ്സിനാ, ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് എയറേഷൻ ടാങ്കിൽ നിന്ന് സെക്കൻഡറി ക്ലാരിഫയറിലേക്ക് പോയി അവിടുന്ന് ഒരു പോർഷൻ ബാക്ക് സപ്ലൈ ചെയ്യുന്നു ബാക്ക് ടു എയറേഷൻ ടാങ്ക്. ആ കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ എയറേഷൻ ടാങ്കിൽ കിടക്കുന്ന റോ വാട്ടർ കൂടുതലായിട്ട് ഓക്സിഡേഷൻ നടന്ന് അതിന്റെ മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് മച്ച് ക്ലിയർ വാട്ടർ വിൽ ബി ഗെറ്റിംഗ് ഫോർ ഡിസ്ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടോസോവ ആൻഡ് റോട്ടിഫയേഴ്സ്. ഓക്കെ, അത് ഇതിന്റെ അകത്തുനിന്ന് ഈ സെക്കൻഡറി ക്ലാരിഫയറിന്റെ അകത്തുനിന്ന് ഒരു പോർഷൻ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എയറേഷൻ ടാങ്കിലേക്ക് നമ്മൾ pass in. So in short you can see it is a mixture of bacteria, fungi, protozoa and rotifires maintained in suspension by aeration and mixing. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്കൻഡറി ക്ലാരിഫയറിൽ പറയുന്ന sludge this will not have any oxygen content. അല്ലെങ്കിൽ പറയാം much of this oxygen is utilized in the previous റിയാക്ഷൻ സ്റ്റേജസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് നിന്നുള്ള സ്റ്റേജിലായിരിക്കും ഓക്സിജൻ സപ്ലൈ ഉണ്ടാവുക. പക്ഷെ ഓക്സിജൻ ഇല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റി ഇറ്റ് വിൽ ഗോ അനേറോബിക്, റൈറ്റ്? സോ പ്രോപ്പർ ആയിട്ട് എയറേഷൻ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, എയറേഷൻ ടാങ്കിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയറേഷൻ ആൻഡ് മിക്സിംഗ് ചെയ്യുന്നത്. സോ മിക്സിംഗ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്രഷ് വാട്ടർ, സീവേജ് വരുന്നതിലേക്ക് എല്ലാ മൈക്രോ ഓർഗാനിസം നന്നായിട്ട് മിക്സ് ആവും. മിക്സ് ആയി എയറേഷനും കൂടി ഉണ്ടെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി തുടങ്ങും. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ദിസ് വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്. ഇവിടെ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻകമിങ് റോ വാട്ടർ ദിസ് വിൽ ഹാവ് n number of food material, റൈറ്റ്? അപ്പൊ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ ഈ റോ വാട്ടറിൽ, ഈ സീവേജിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് കൺസ്യൂം ചെയ്ത് ദിസ് വിൽ സ്റ്റാർട്ട് ടു ഗ്രോ. ഓക്കെ, അപ്പോൾ ആ ഒരു മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് കാരണം വാട്ട് എവർ വേസ്റ്റ് ഇസ് ദെയർ ഇൻസൈഡ് ദി സീവേജ് ദിസ് വിൽ ബ്രേക്ക് ഡൗൺ. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് നടത്തുന്നത്. സോ ഇവിടെ
material breakdowns സംഭവിക്കും, food consumption നടക്കും, much material will be biodegradable material will be consumed by these organisms. organismത്തിന്റെ growth large numberലേക്ക് വരും. അത്തരത്തിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ compared to trickling filter, the efficiency of the activated sludge process will be increasing up to 98%. Okay, whereas in trickling filter you have the efficiency in around 80 to 85%. അപ്പോൾ എത്രമാത്രം ഫുഡ് ഇൻകമിങ് റോ വാട്ടർ സീവേജ് വാട്ടർ ഉണ്ട്, എത്രമാത്രം അതിൻ്റെ അകത്ത് മെറ്റീരിയൽസ് ഉണ്ട്, ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, അതിനനുസരിച്ച് the activity of the microorganism will grow up. Okay, so see here, aeration tank നമ്മൾ എന്തൊക്കെ ചെയ്യണം? aeration ചെയ്യണം, mixing ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഒരു 2 to 10 hours ഇത് ചെയ്തതിന് ശേഷം സെക്കൻഡറി ക്ലാരിഫയറിലാണ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ സെറ്റിൽ ചെയ്യുമ്പോൾ ക്ലിയർ വാട്ടർ വിൽ ബി ഗോയിങ് ടു ദ ഡിസിൻഫെക്ഷൻ സ്റ്റേജ് ആൻഡ് ദ സ്ലഡ്ജ് വാട്ടർ ഡെപ്പോസിറ്റ്. ശരിക്കും ഇത് എന്ത് ചെയ്യണം? സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷെ നമ്മൾ അതിന്റെ ഒരു പോർഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? റീസൈക്കിൾ ടു ബാക്ക് ടു ദി റീഅറേഷൻ ടാങ്ക്. അപ്പൊ ജനറലി ഇതിന്റെ മൊത്തത്തിലുള്ള പ്രോസസ്സ് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഈ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന് 3 കമ്പോണൻസ് ഉണ്ട് എന്ന് പറയും. ഒന്നാമത്തത് റിയാക്ടർ ഓർ aeration tank. Okay, reactor or aeration tank in which the microorganism will be held in suspension. Okay, ഈ aeration ടാങ്കിലാണ് നമ്മുടെ microorganism will be held in suspension. ഓക്കെ, രണ്ടാമത്തത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സസ്പെൻഷനിലായിരിക്കും, പ്രോപ്പറായിട്ട് എയർ മിക്സിങ്ങും കൂടി നടക്കും കേട്ടോ. എയറേഷൻ ടാങ്കിൽ എയർ മിക്സിംഗ് ഓൾസോ വിൽ ബി ഹാപ്പനിങ്. microorganism will be in suspension, air mixing it will be happening. അപ്പോൾ incoming fluid എന്ത് ചെയ്യും? completely will be in a turbulent stage. ഇനി രണ്ടാമത്തെ നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ക്ലാരിഫയറിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയും liquid solid separation. A general sedimentation tank where which the liquid will be much clear water will move upward and the solid will be settling downward. ഒരു secondary clarifierൽ സാധാരണ നടക്കുന്ന ഇതാണ് സെക്കൻഡ് കമ്പോണന്റ് ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. 3 ബേസിക് കമ്പോണൻസ് ഉള്ളത് കാരണം ഡിഫറെന്റ് ടാങ്ക്സിലൂടെയാണ് എൻറ്റയർ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സ്പെസിഫിക്കലി 3 ബേസിക് കമ്പോണൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ഒന്നാമത്തെ എയറേഷൻ ടാങ്ക്, രണ്ടാമത്തെ ലിക്വിഡ് സെപ്പറേഷൻ ടാങ്ക് ദാറ്റ് ഈസ് നോർമൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക്. ഇനി മൂന്നാമത്തത് എന്താണ്? ദ റീസൈക്കിൾ സിസ്റ്റം. സെക്കൻഡറി ക്ലാരിഫയറിന് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സീവേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? റീസൈക്ലിംഗ് ഇറ്റ് ബാക്ക് ടു ദി എയറേഷൻ ടാങ്ക് സോ ദാറ്റ് ദ പ്രോപ്പർ പ്രോസസ് ഓഫ് mixing with raw water and growth of microorganism will happen. So this is the brief of the 3 basic components used for the activated sludge process. So if you look into more detail of working, നമ്മൾ ഒരു സ്റ്റേജ് ബൈ അതിൻ്റെ പ്രോസസ്സ് വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാൻ പോവാണ്. അപ്പം പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുന്ന എഫ്ലുവൻറ്റിന് എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രോപ്പറായിട്ട് ആക്ടിവേറ്റഡ് സ്ലഡ്ജിൻ്റെ ഡോസും കൊടുത്ത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് എയറേഷൻ ടാങ്കിൽ വെക്കുന്നു. ഏകദേശം 2 to 10 hours. അത് വളരെ ചെറിയൊരു അവറാണ് കേട്ടോ, കാരണം സെക്കൻഡറി ക്ലാരിഫയറിലേക്ക് വരുമ്പോഴേക്കും ഇതിലും കൂടുതൽ സമയം നമ്മൾ കൊടുക്കേണ്ടി വരും ഫോർ ദി സെറ്റിൽമെന്റ് പ്രോസസ്. ഓക്കെ, അതിൻ്റെ അകത്താണ്. അപ്പം ആദ്യം നമ്മൾ മിക്സ് ചെയ്യുന്നു, പ്രോപ്പർലി എയറേഷൻ കൊടുക്കുന്നു. ഈ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും? ദിസ് വിൽ സ്റ്റാർട്ട് ഇറ്റ്സ് ഗ്രോത്ത്. അസിമിലേറ്റീവ് റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ടോട്ടൽ നമ്പർ ഇൻക്രിമെന്റ് നടക്കും. ദ ഗ്രോത്ത് ഓഫ് ദ മൈക്രോ ഓർഗാനിസം വിൽ ഹാപ്പൺ ഡ്യൂ ടു ദി സഫിഷ്യൻറ്റ് ഇൻഫ്ലുവൻറ്റ് ഓർഗാനിക് കണ്ടന്റ് ഇൻ ദി വാട്ടർ. ഓക്കെ, ഫുഡ് മെറ്റീരിയൽ എത്രമാത്രം ഉണ്ട് അതിനനുസരിച്ച് ഫുഡ് ബൈ മൈക്രോ ഓർഗാനിസം റേഷ്യോ F/M റേഷ്യോ പ്രോപ്പർ ആണെങ്കിൽ ഒപ്റ്റിമം ഓപ്പറേഷൻ എന്തായാലും ആ ഒരു എയറേഷൻ ടാങ്കിൽ നടക്കും. ഓക്കെ, ദെൻ a part of organic matter will be synthesized into new cells, that means new microorganism growth, and a part will be part of this. അതായത് കംപ്ലീറ്റ് ഫുഡ് മെറ്റീരിയൽ ഒരു പോർഷൻ നമ്മുടെ മൈക്രോ ഓർഗാനിസം ഗ്രോത്തിന് വേണ്ടിയിട്ട്, മറ്റൊരു പോർഷൻ എനർജി ഡെറിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ ബയോമാസ് വിൽ ബി സെപ്പറേറ്റഡ് ഇൻ ദി സെക്കൻഡറി ക്ലാരിഫയർ. സെക്കൻഡറി ക്ലാരിഫയറിലായിരിക്കും ലിക്വിഡ് ആൻഡ് സോളിഡ് സെപ്പറേഷൻ പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ നമ്മൾ ഈ എയറേഷൻ ടാങ്കിൽ കിടക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ലിക്വിഡ് അത് പറയുന്നത് ഒരു റോ സീവേജ് ഉണ്ടാവും അവിടെ എയറേഷൻ ടാങ്കിൽ. അതേസമയം നമ്മുടെ റീആക്ടിവേറ്റഡ് റീസൈക്കിൾഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഉള്ള ആ മിക്സിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് മിക്സ്ഡ് ലിക്വർ. അതായത് ഈ എയറേഷൻ ടാങ്കിൻ്റെ അകത്ത് കിടക്കുന്ന ലിക്വിഡിനെ നമ്മൾ പറയുന്നതാണ് മിക്സ്ഡ് ലിക്വർ. ഓക്കെ, സോ
നമ്മുടെ പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ സഫീഷ്യൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ടായിരിക്കണം ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുണ്ടെങ്കിൽ ദറ്റ് വിൽ ആക്സിലറേറ്റ് ദ BOD റിമൂവൽ. ഹൈ എമൗണ്ട് ഓഫ് BOD റിമൂവൽ അപ് ടു 95% മെയിൻ ഒക്കെ പ്രോപ്പറായിട്ട്, അതായത് ഇൻകമിംഗ് റോ മെറ്റീരിയലിന് അനുസരിച്ചിട്ടുള്ള ഒരു റീസൈക്കിൾഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജും നമ്മൾ കൊടുക്കണം. ഫുഡ് ബൈ മൈക്രോ ഓർഗാനിസം റേഷ്യോ ഷുഡ് ബി മെയിൻറ്റൈൻഡ് എൽസ് ദ പ്രോസസ് മേ നോട്ട് വർക്ക് ഇൻ ദ ഫുൾ പവർ. ഓക്കെ, അപ്പം എത്രമാത്രം ഇൻകമിംഗ് ഫുഡ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, ഇൻകമിംഗ് ഓർഗാനിക് മാറ്റർ എത്രയുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള പോർഷൻ ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഷുഡ് ബി സപ്ലൈ ടു ദി എറേഷൻ ടാങ്ക്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സിന്തസിസ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ഓക്കെ, സെപ്പറേഷൻ ഓഫ് ബയോളജിക്കൽ മാസ് നടക്കുന്നുണ്ട് ആൻഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ 3 റിയാക്ഷൻ കമ്പൈൻ ചെയ്ത് നടക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് BOD റിമൂവൽ വിൽ ബി ഒക്കറിങ് ഓവർ ദ ആൻഡ് ദ മെയിൻ biological mass is bacteria, protozoa and rotifers. Make sure that the major portion is held by bacteria. അപ്പോൾ ബാക്ടീരിയ എല്ലാം നേരെ മറിച്ച് പ്രോട്ടോസോവ ആണെങ്കിൽ ഒരു പക്ഷേ ഇത്രയും മാത്രം എഫിഷ്യൻ്റ് ആവില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ് should be having more amount of bacteria so that proper BOD removal will be occurring. ഈ ഒരു ബയോമാസ്, അതായത് നമ്മുടെ സിന്തസിസ് റിയാക്ഷൻ, ഇനീഷ്യൽ അസിമുലേഷൻ, റെസ്പിറേഷൻ, ഗ്രോത്ത് ഓഫ് ബയോളജിക്കൽ മാസ്, മൈക്രോ ഓർഗാനിസം ഗ്രോത്ത് നടന്നതിന് ശേഷം കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഇതൊക്കെ നടന്നതിന് ശേഷം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ inorganic material left out, whatever the biomass left out, whatever, അതായത് മൈക്രോ ഓർഗാനിസം ഫുൾ ഗ്രോത്തിലേക്ക് നടന്നതിന് ശേഷം എൻ സ്റ്റേജിൽ അത് എൻഡോജീനിയസ് റെസ്പിറേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനടി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ സെക്കൻഡറി ക്ലാരിഫൈ ദിസ് വിൽ ബി ഹാവിങ് എ ഫ്ലോക്കുലൻ നേച്ചർ ആൻഡ് ഇറ്റ് വിൽ ബി ക്വിക്ലി സെറ്റിലിംഗ്. അപ്പോൾ പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ലിക്വിഡ് ആൻഡ് സോളിഡ് സെപ്പറേഷൻ വിൽ ബി പോസിബിൾ ഓവർ there. Okay, see here, whenever you say the reaction between the reaction inside an activated sludge process, the reaction will be mainly like this: organic material plus oxygen, aerobic process and oxygen supplies and all, then some nutrients will be there present inside. Okay, and these materials in the presence of microorganism, what happens is there will be release of carbon dioxide plus water plus some energy. കാരണം നമ്മൾ പറഞ്ഞില്ലേ, പാർട്ട് ഓഫ് oxidation will be used for energy and the part will be used for the growth of microorganism. Okay, so this is the entire process what is happening inside the activated sludge process. അതിൽ നമ്മൾ 2 phase ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ phase എന്ന് പറഞ്ഞാൽ conversion of organic matter into carbon dioxide, water and new organism. Okay, അതായത് assimilative respiration process. Whenever the influent water comes, this will combine with the oxygen and the assimilation respiration form will occur over there, or the synthesis of new microorganism, new cell growth will be occurring over there. Okay, അതാണ് ഇനീഷ്യൽ ഫേസ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ the endogenous respiration, അതായത് ഫുൾ ഗ്രോത്ത് നടന്നു കഴിഞ്ഞാൽ the second phase starts. Endogenous respiration, where which the microorganism will consume their own cells. Okay, അവരുടെ തന്നെ സെൽസ് യൂസ് ചെയ്ത് എന്താ എൻഡോജീനിയസ് റെസ്പിറേഷൻ സ്റ്റേജിലേക്ക് പോകും. പക്ഷേ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് എല്ലാം ആ സമയമാകുമ്പോഴേക്കും ദ മൈക്രോ ഓർഗാനിസം വിൽ ബി കൺസ്യൂമിങ് ഇറ്റ് ആൻഡ് ഓൾമോസ്റ്റ് ഇറ്റ് വിൽ ബി ഓവർ. ഓൺലി ദ നോൺ ബയോഡിഗ്രേഡബിൾ റെസിഡ്യൂ വിൽ ബി റിമൈനിങ് ഓവർ ദർ. സോ ദിസ് ഈസ് ദ എൻറ്റയർ പ്രോസസ് ഹാപ്പനിങ് ഇൻസൈഡ് ദി ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. 2 പ്രോസസ്സായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത് ഇനീഷ്യൽ ഗ്രോത്ത് ഓഫ് ദി മൈക്രോ ഓർഗാനിസം, ഓർ വി വിൽ കോൾ ഇറ്റ് ആസ് അസിമിലേറ്റീവ് റെസ്പിറേഷൻ ഓർ ദ സിന്തസിസ് പോർഷൻ. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? എൻഡോജീനിയസ് റെസ്പിറേഷൻ പോർഷൻ ഓഫ് വെർ ദ microorganism it will consume their own cell for the energy. Okay, അപ്പോൾ അപ്പോഴും അതിൻ്റെ അകത്ത് കിടക്കുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസം, ലെഫ്റ്റ് ഔട്ട് മൈക്രോ ഓർഗാനിസം വിൽ ബി പാസ്ഡ് ബാക്ക് ടു ദി aeration tank so that it may start again growing. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പം പുതിയത് ഉണ്ടാകുന്നതോറും നമ്മൾ വീണ്ടും ഫ്രഷ് വാട്ടറിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നു, വീണ്ടും അതിൻ്റെ എൻഡോജീനിയസ് ഫേസിലേക്ക് പോകുന്നു, വീണ്ടും ഗ്രോത്തിലേക്ക് പോകുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റീസൈക്കിൾ ചെയ്യുന്നത്. ഈ ആക്റ്റീവ് സ്ലഡ്ജിന് എപ്പോഴും ആ സ്ലഡ്ജ് ആക്റ്റീവ് ആയിരിക്കും. ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് ഫുഡ് മെറ്റീരിയൽ ഇറ്റ് വിൽ ഗ്രോ more and more. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പോർഷൻ എന്ത് ചെയ്യുന്നത്, ഫ്രഷ് സ്ലഡ്ജ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം കമ്പയർഡ് ടു ഓൾഡ് സ്ലഡ്ജ്, ഫ്രഷ് സ്ലഡ്ജ് വിൽ ബി മോർ ആക്റ്റീവ്. കാരണം ഓൾഡ് സ്ലഡ്ജിലേക്ക് വരുമ്പോഴേക്കും എൻഡോജീനിയസ് റെസ്പിറേഷൻ സ്റ്റേജിലുള്ളതായിരിക്കും മിക്കവാറും. അതുകൊണ്ട് തന്നെ ഫ്രഷ് സ്ലഡ്ജ് ആയിരിക്കണം എപ്പോഴും നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത് എയറേഷൻ ടാങ്കിലോട്ട്. സോ നൗ ഇഫ് യു ലുക്ക് ഇൻ ഡീറ്റെയിൽ ഓഫ് സം ഇൻഡെക്സ്, നമ്മൾ എല്ലാ ഇൻഡെക്സും പറയുന്നില്ല, കുറച്ച് ഇൻഡെക്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒന്നാമത്തേതാണ് മിക്സ്ഡ് ലിക്വർ സസ്പെൻഡഡ് സോളിഡ്സ് or MLSS. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ
it represents both active microorganism and their dead cell. അതായത് കംപ്ലീറ്റ്ലി നമ്മുടെ ലിക്വിഡിനകത്തുള്ള സസ്പെൻഡഡ് സോളിഡ്സിനെ കംപ്ലീറ്റ്ലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് മിക്സ്ഡ് ലിക്വർ സസ്പെൻഡഡ് സോളിഡ്സ്. ഇറ്റ് വിൽ കണ്ടെയ്ൻ മൈക്രോഓർഗാനിസം, ഡെഡ് സെൽസ്, ഇനേർട്ട് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മാറ്റർ എല്ലാം കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്നതാണ് മിക്സ്ഡ് ലിക്വർ സസ്പെൻഡഡ് സോളിഡ്സ്. പക്ഷേ ഈ ഒരു മിക്സ്ഡ് ലിക്വർ സസ്പെൻഡഡ് സോളിഡ്സ് ഒരിക്കലും ഓർഗാനിക് മാറ്ററിന്റെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യില്ല. So here ഇത് MLSS ആണ്. MLSS will eliminate the effect of organic matter. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് സ്പെസിഫിക്കലി ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് പറയുമ്പോൾ എടുത്തു പറയുന്ന വേറൊരു ഇൻഡെക്സ് ആണ് MLVSS, which will emphasize the importance of organic matter, which is known as mixed liquor volatile suspended solids, which will be more emphasizing the organic matter. അല്ലെങ്കിൽ it is an index of active microorganism. അപ്പോൾ നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ കൂടുതലായിട്ട് നമ്മൾ പറയുന്ന ഒരു ഇൻഡെക്സ് ആണ് മിക്സ്ഡ് ലിക്വർ വോളറ്റൈൽ സസ്പെൻഡഡ് സോളിഡ്സ്. ഇനി ഇതിന്റെ ഇക്വേഷനിലേക്ക് പോകുകയാണെങ്കിൽ xt is equal to x plus xii. Okay, this is the equation represent the composition of MLSS, where xt is MLXS, mixed liquor suspended solids. Okay, x is MLVSS, okay, mixed liquor volatile suspended solids. Then again I can write it as XA plus XE plus XI, where XA, XE and XI are XA representing active microbial mass, okay, XE endogenous respiration mass, XI inert biodegradable organic suspended solids. Okay, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ആക്റ്റീവ് മൈക്രോബിയൽ മാസും എൻഡോജീനിയസ് റെസ്പിറേഷൻ മാസും ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാസ്, all these represent the volatile suspended solids. And one more, XII is inert inorganic suspended solids. Okay, so this is the basic equation representing the MLSS and MLVSS. ഇനി ഇത് കൂടാതെ ഒന്നും കൂടി നമുക്ക് പറയാനുള്ളത് ലോഡിംഗ് റേറ്റ് ആണ്. ലോഡിംഗ് റേറ്റ് is the rate at which the sewage is applied in the aeration tank. ഇതെല്ലാം തന്നെ ബേസിക് ഡെഫിനേഷൻ ആയിട്ട് ഒരു 2 മാർക്ക് ഡെഫിനേഷൻ ആയിട്ട് വാട്ട് ഈസ് MLSS ഓർ വാട്ട് ഈസ് MLVSS അത്തരത്തിലേ ചോദിക്കുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ ഇൻഡെക്സ് of mass of microorganism, and most preferably we will specify in terms of organic matter, that is mixed liquor volatile suspended solids. ഇനി ഇവിടെ ഒന്നും കൂടി പറയാനുള്ളത് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് ആണ്, അത് എൻഡിൽ പറയാം. ഓക്കെ, സോ ഇനി ഇതിന്റെ ബേസിക് ഓപ്പറേഷനിലേക്ക് പോകുമ്പോഴേക്കും നമുക്കറിയാം ബേസിക് ഓപ്പറേഷൻ ആയിട്ട് ഇവിടെ നടക്കുന്നത് മിക്സിംഗ് നടക്കുന്നുണ്ട്, എയറേഷൻ നടക്കുന്നുണ്ട്, സ്ലെറ്റ്ലിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ്ലി നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു എയറേഷൻ ടാങ്കിൽ മിക്സിംഗ് നടക്കുന്നത്, അതേപോലെ എങ്ങനെയൊക്കെയാണ് ഫ്ലോ റിജീം ഉണ്ടാവുന്നത്, അത് രണ്ടുമാണ് നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. മിക്സിങ് രണ്ട് രീതിയിൽ ചെയ്യാം, അതായത് ഒന്നുകിൽ പ്ലഗ് ഫ്ലോ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മിക്സ്ഡ് ഫ്ലോ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ പ്ലഗ് ഫ്ലോ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാങ്കിൻ്റെ അകത്തേക്ക് റോ വാട്ടർ ഒരിക്കലും ടാങ്കിലുള്ള ഓൾറെഡി ഉള്ള വാട്ടറായിട്ട് മിക്സ് ചെയ്യാതെ ദിസ് വിൽ പ്രോഗ്രസീവ്ലി മൂവ് അലോങ് ദി എയറേഷൻ ടാങ്ക് ടു ദി അതർ സൈഡ്. അപ്പോൾ ദാറ്റ് വിൽ നോട്ട് ബി മിക്സിംഗ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി tank contents. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ this is the raw water, okay, this will be having the high amount of sewage, organic content, food, I mean the food material for the microorganism. അതുകൊണ്ട് തന്നെ ഈ എത്രമാത്രം ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക് അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മൈക്രോ ഓർഗാനിസം ആക്റ്റീവ് സ്ലഡ്ജ് സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനീഷ്യലി ഇൻ ദ സ്റ്റാർട്ടിംഗ് ഇറ്റ്സെൽഫ് F/M ratio will be very high, F will be very high, whereas on the other end here the F/M ratio will be very low compared to the microorganism, food material will be low. അതുകൊണ്ട് തന്നെ initial starting stage F/M ratio will be high and oxygens required also will be very high, and this will be decreasing progressively. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്യില്ല, എല്ലാ പോർഷനിലും നമുക്ക് ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഇൻവോൾവ്മെന്റ് എത്തിയോ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ദിസ് കംപ്ലീറ്റ്ലി മിക്സ്ഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി ദ എൻറ്റയർ റോ വാട്ടർ വിൽ ബി കംപ്ലീറ്റ്ലി മിക്സ്ഡ് ഇൻ ദിസ് എയറേഷൻ ടാങ്ക്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ throughout the tank, whether it is in the starting or at the end, the F/M ratio and the oxygen demand will be almost
യൂണിഫോം. ഇതാണ് കൂടുതൽ പ്രിഫർ ചെയ്തിട്ട് കണ്ടിട്ടുള്ള മെത്തേഡ്. ഓക്കെ, ഇനി അതാണ് നമ്മുടെ മിക്സിംഗ് റെജീം. അതേപോലെ നമ്മൾ ഫ്ലോ റെജീം ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മൂന്നായിട്ട് ഇതിനെ പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലഡ്ജ് അഡീഷൻ. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ആക്റ്റീവ് സ്ലഡ്ജ് എയറേഷൻ ടാങ്കിലേക്ക് ആഡ് ചെയ്യുന്നത്, അതൊരു ഫ്ലോ റെജീം ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് അറ്റ് എ സിംഗിൾ പോയിന്റ് ഒറ്റയടിക്ക് നമുക്ക് ഇൻലെറ്റിലേക്ക് കൊടുക്കും. ഫോർ എക്സാമ്പിൾ പ്ലഗ് ഫ്ലോ മെത്തേഡിലേക്ക് വരുമ്പോഴേക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ആ സിംഗിൾ പോയിന്റ് അഡീഷൻ കൊടുക്കാം. നേരെ മറിച്ച് നമ്മുടെ കംപ്ലീറ്റ്ലി മിക്സ്ഡ് ഫ്ലോയിലേക്കാണെങ്കിൽ സെവറൽ പോയിന്റ്സിലേക്ക് നമുക്ക് കൊടുക്കാം. അത്തരത്തിൽ നമുക്ക് സ്ലഡ്ജ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി സ്ലഡ്ജ് റിട്ടേൺ ആണെങ്കിൽ, അതായത് നമ്മുടെ എയറേഷൻ ടാങ്കിൽ നിന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലാരിഫയറിലേക്ക് സെറ്റിൽ ചെയ്യാൻ കൊടുത്തു, അവിടെ നിന്ന് ഒരു പോർഷൻ നമുക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ഈ ഒരു ക്ലാരിഫയറിൽ there will be no oxygen presence. അപ്പോൾ ഈ ബാക്ക് റീസൈക്കിൾ ചെയ്യുന്ന സ്ലഡ്ജിന് നമുക്ക് പ്രോപ്പർലി എയറേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ കൊടുക്കാൻ. അപ്പോൾ അത്തരത്തിൽ ഒന്നിക്കൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ സ്റ്റേജിൽ എയറേഷൻ ടാങ്ക് കൊടുത്ത് പ്രോപ്പറായിട്ട് എയർ ഇൻകോപ്പറേറ്റ് ചെയ്ത് റീ എയറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം എയറേഷൻ ടാങ്കിലേക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് കൊടുത്ത് മിക്സ് ചെയ്ത് പ്രോപ്പറായിട്ട് എയർ കൊടുത്തിട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഹൗ ദ സ്ലഡ്ജ് റിട്ടേൺസ് ബാക്ക് ടു ദി എയറേഷൻ ടാങ്ക്. ഇനി എങ്ങനെയൊക്കെയാണ് എയറേഷൻ കൊടുക്കുന്ന എയറേഷൻ ടാങ്കിൽ? either by using compressed air, either in the uniformly way or tapering from the head of the aeration tank to the end direction. Okay, ഇനി ഈ എയറേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെ തരത്തിലുള്ള എയറേഷൻ യൂണിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിലേക്ക് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മെയിൻലി വി ഹാവ് 3 types of diffuser units or three types of aeration units. ഒന്നാമത്തെ നമ്മൾ പറയുന്നത് ഡിഫ്യൂസർ എയറേഷൻ എയർ യൂണിറ്റ്സ് ആണ്. രണ്ടാമത്തത് മെക്കാനിക്കൽ എയറേഷൻ യൂണിറ്റ്സ് ആണ്. മൂന്നാമത്തത് കമ്പൈൻഡ് ഡിഫ്യൂസർ എയർ ആൻഡ് മെക്കാനിക്കൽ എയറേഷൻ യൂണിറ്റ്സ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്നിൽ some type of mechanical mixing will be used. അപ്പോൾ ആദ്യത്തേത് നമുക്ക് നോക്കാം, എന്താണ് ഡിഫ്യൂസർ എയർ units. അപ്പോൾ ഈ diffuser air units എന്ന് പറയുന്നത് this will be used for large plants. Okay, compressed air will be blown through the diffusers. Okay, അപ്പോൾ narrow rectangular channels യൂസ് ചെയ്യും. Bottom tank will be provided with ridges and furrows. നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. Okay, and the diffuser tiles, നമ്മൾ ഡിഫ്യൂസറിലേക്കൂടെയാണ് എയർ പാസ് ചെയ്യുക എന്ന് പറഞ്ഞു. Different types of diffusers can be used, like tube diffusers, porous diffusers, plate diffusers, jet diffusers. അത്തരത്തിലുള്ള diffusers കൊടുക്കാൻ വേണ്ടി നമ്മൾ furrow portion create ചെയ്യും. And entire tank will be made airtight by rubber rings. അപ്പോൾ ഇത്തരത്തിൽ ഡിഫ്യൂസർ യൂണിറ്റ് തന്നെ രണ്ട് തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സിസ്റ്റം, the compressed air will be applied by diffusing it from the diffuser plate. Okay, താഴെ കംപ്ലീറ്റ് ടാങ്കിന്റെ താഴെ ബെഡിൽ കംപ്ലീറ്റ്ലി ഡിഫ്യൂസർ പ്ലേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഡിഫ്യൂസർ പ്ലേറ്റിൽ നിന്ന് കംപ്രസ്ഡ് എയർ വരുന്ന രീതിയിൽ മിക്സിങ് കൊടുക്കാം. അതല്ലെങ്കിൽ okay, corner of the tanks are rounded by providing fillets and diffusers are placed on one side only. അപ്പോൾ അത്തരത്തിൽ ഒരു സൈഡിൽ പ്ലേസ് ചെയ്തിട്ട് സ്പൈറൽ ഫ്ലോ എനേബിൾ ചെയ്തിട്ട് രീതിയിൽ നമുക്ക് ഡിഫ്യൂസർ എയർ യൂണിറ്റ്സ് കൊടുക്കാൻ പറ്റും. നോക്കുവാണെങ്കിൽ see here, this is the first type where the diffuser plate are placed at the bed of the tanks. Okay, ഇത്തരത്തിൽ നമുക്ക് ഡിഫ്യൂസർ പ്ലേറ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് എയറേഷൻ കൊടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിന് കൊടുത്തിട്ട്, ഈ കോർണറിന് കൊടുക്കുമ്പോഴും പ്രോപ്പറായിട്ട് മിക്സിങ് സ്പൈറൽ ആക്ഷനിൽ മിക്സിങ് നടക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഡിഫ്യൂസർ എയർ യൂണിറ്റ്സ് വർക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കുവാണെങ്കിൽ there are n number of systems used for as mechanical aeration system. അത് ഈ മെക്കാനിക്കൽ എയറേഷൻ സിസ്റ്റം യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് മെത്തേഡ് ഡിഫ്യൂസർ എയർ മെത്തേഡിൽ നമ്മൾ നോ മെക്കാനിസം യൂസ്ഡ്, ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കോർണറിലേക്ക് നമ്മൾ ഡിഫ്യൂസേഴ്സ് യൂസ് ചെയ്യുമ്പോഴേക്കും ആ കംപ്ലീറ്റ് ഓക്സിജൻ will not be utilized properly. Only 5% of compressed air is oxidized and remaining serves as mixing purpose only. So in order to properly mix it, proper efficient operation നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെക്കാനിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. There are different types of mechanical methods, like first one Sheffield and Haworth system. See here over this. Okay, അപ്പോൾ പ്രോപ്പറായിട്ട് പാഡിൽസ് കൊടുത്തിട്ട് മോട്ടറൈസ് ചെയ്ത് പാഡിൽസ് കൊടുത്ത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സിംപ്ലക്സ് എയറേഷൻ സിസ്റ്റം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ കെസനർ ബ്രഷ് സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും അത് മിക്സിങ്ങിലേ കംപ്ലീറ്റ് ടൈം 2 to 10 hours നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ see here, this is another unit of
Hartley system. Okay, this is an example of Hartley system. So these are the main mechanical units. ഇനി ഇതിനെക്കാട്ടും കൂടുതൽ കുറച്ചും കൂടി നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈൻഡ് മെത്തേഡാണ്, വേർ വി വിൽ യൂസ് ബോത്ത് ഡിഫ്യൂസർ പ്ലേറ്റ്സ് ആൻഡ് മെക്കാനിക്കൽ മിക്സിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ മിക്സിംഗ് ബൈ റൊട്ടേറ്റിംഗ് പാഡൽസ്. ഓക്കെ, പാഡൽസ് റൊട്ടേറ്റ് ചെയ്ത് മിക്സ് ചെയ്യും. അതേപോലെ ഡിഫ്യൂസ്ഡ് എയർ നമ്മൾ എക്സ്ട്രാ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ദിസ് വിൽ ബി ഇൻക്രീസിങ് ദി എൻറ്റയർ എഫിഷ്യൻസി ഓഫ് ദി diffuser units. Okay, complete aeration tankന്റെ complete efficiency improve ചെയ്യും. അപ്പോൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, one of the example is door aerator. This is a typical type of combined mechanism, mechanical and diffuser air units. So these are the main aeration units or aeration tanks that we use for activated sludge process. ഇനി ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സീ ദി അഡ്വാൻറ്റേജസ്, നമ്മൾ ഒരു പോർഷൻ ഓഫ് സ്ലഡ്ജ് നമ്മൾ എന്ത് ചെയ്യുന്നു, റീസൈക്ലിംഗ് ബാക്ക് ടു ദി aeration tank. So ultimately what happens is, since we are recycling, the amount of undesired sludge will be reduced. Okay, നമ്മൾ ഇതൊരു പോർഷൻ എപ്പോഴും റീസൈക്കിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള അൺഡിസൈഡ് നമ്മൾ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ടാങ്കിലേക്ക് കൊണ്ടുപോകേണ്ട സ്ലഡ്ജിന്റെ എമൗണ്ട് കുറയാണ്. ഓക്കെ, ഇനി സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ടാങ്കിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ, ഈ എയറേഷൻ ടാങ്കിൽ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ, ഏറ്റവും ആദ്യം നമ്മുടെ കംപ്ലീറ്റ് വാട്ടർ സിസ്റ്റം ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ചയിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്റ്റേണലി സീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഇന്റേണലി തന്നെ എന്ത് ചെയ്യും, the treatment plant itself will reseed themselves. അതായത് കംപ്ലീറ്റ് റീസൈക്ലിംഗ് അവിടെ നിന്ന് തന്നെ ഓക്കർ ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്നുള്ള ഒരു റീസീഡിങ്ങിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, then the activated sludge treatment process allows the emptying intervals to be longer. അതൊരു അഡ്വാൻറ്റേജ് ആണ്, കാരണം കുറേ നേരത്തിനേക്ക് ഒരു ബൾക്ക് വോളിയത്തിലേക്ക് എടുക്കാൻ പറ്റും. Then this is reliable and simple and the costs are reduced, and the entire process aerobic process ആണ്, and it will be odorless. Okay, now coming to disadvantages. The initial capital cost will be high. Operating cost also will be high. Okay, then experts are required to design and construct this activated sludge system. Skilled person is required to operate and maintain the treatment of activated sludge. ഇത് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ സ്കിൽഡ് പേഴ്സൺ എന്തായാലും ആവശ്യമാണ്. ഇലക്ട്രിസിറ്റി വിൽ ബി കണ്ടിന്യൂസ്ലി യൂസ്ഡ്, പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്യണം, മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്യണം, അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി അവിടെ പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം. ദെൻ materials and parts may not be, whatever damage if occurred, the materials and parts will not be available on local level. Okay, ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന സ്ലഡ്ജും എഫ്ലൂവൻറ്റും this should be further treated, കാരണം this will be having high quantity of water inside it, so before discharging it it should be properly treated. So these are the disadvantages. അപ്പോൾ ഇവിടെ നമ്മൾ basically what is the working process and basic components of activated sludge process പറഞ്ഞു. അതിനുശേഷം നമ്മൾ കുറച്ച് ഇൻഡെക്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സ്ഡ് റെജീം ആൻഡ് ഫ്ലോ റെജീം പറഞ്ഞു. അതിനുശേഷം നമ്മൾ സ്പെസിഫിക്കലി എയറേഷൻ യൂണിറ്റ്സ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സിനെ കുറിച്ചാണ്. Sludge volume index. It is the volume in milliliters occupied by 1 gram of solids in the activated sludge mixed liquid after settling for 30 minutes in a 1000 ml graduated cylinder. അതായത് 1 gram of solids occupy ചെയ്യുന്ന വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ്. Or simply you can say it is the ratio of volume of activated sludge. It is the ratio of volume of activated sludge, or it is the volume occupied by 1 gram of solids in activated sludge. Okay, ഒരു 1000 milliliter graduated സിലിണ്ടറിൽ 30 മിനിറ്റ് സെറ്റിൽ ചെയ്യാൻ വെക്കുമ്പോൾ അവിടെ 1 gram of solids occupy ചെയ്യുന്ന വോളിയത്തിനെയാണ് എന്ത് പറയുന്നത്, സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ ഏകദേശം 150 to 300 വരെ വേരി ചെയ്യാം. Okay, value ranges from 150 to 300. So these are the details of activated sludge process. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം.